വാർത്തകൾ തുടരുന്നു. ഭൂനിയമ ഭേദഗതി ബില്ലിൽ ഒപ്പുവയ്ക്കാത്ത ഗവർണർക്കെതിരെ രാജ്ഭവന് മുന്നിൽ ഇടുക്കി കർഷകരുടെ പ്രതിഷേധം ഇരമ്പി. LDF ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ രാജ്ഭവൻ മാർച്ച് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. വേഗം ബില്ലിൽ ഒപ്പിടുന്നതാണ് നല്ലതെന്നും അല്ലെങ്കിൽ ഗവർണർക്ക് സഞ്ചരിക്കാൻ കഴിയാത്ത കർഷക പ്രക്ഷോഭത്തിന് കേരളം സാക്ഷിയാകുമെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. വിവരങ്ങളുമായി നൃപൻ ചക്രവർത്തി ചേരുന്നു. നൃപൻ, ഇതുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? മലയോര മേഖലയിലെ കർഷകരെ ബാധിക്കുന്ന ഭൂപതിവ് ഭേദഗതി ചട്ടം സർക്കാർ ബില്ലായി പാസാക്കി, പക്ഷേ ഗവർണർ അത് അംഗീകരിക്കുന്നില്ല. അതാണ് ഏറ്റവും വലിയ ജനകീയ വിഷയം. അതാണ് LDF ഉയർത്തിക്കൊണ്ടുവരുന്നത്. ഇടുക്കിയിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധമുണ്ടാകുന്നു. ഇടുക്കിയിൽ നിന്ന് കർഷകർ LDFിൻ്റെ ജില്ലാ നേതൃത്വത്തിൻ്റെ ഭാഗമായി അവർ രാജ്ഭവനിലേക്ക് ഇന്നെത്തി. അതിശക്തമായ പ്രതിഷേധമാണ് LDFിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തിയത്. CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററാണ് മാർച്ച് ഉദ്ഘാടനം ചെയ്തത്. ഗുരുതരമായ ആരോപണങ്ങൾ MV ഗോവിന്ദൻ മാസ്റ്റർ ഇന്ന് ഗവർണർക്കെതിരെ നടത്തുകയും ചെയ്തു. കാരണം ജനങ്ങളുടെ ബാധിക്കുന്ന, ഈ കർഷകരെ ബാധിക്കുന്ന, മലയോര കർഷകരെ ബാധിക്കുന്ന, അവരുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന വിഷയത്തിൽ ഗവർണർ ഭരണഘടനാ വിരുദ്ധമായി പെരുമാറുന്നുവെന്ന് തന്നെയാണ് MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത്. സാധാരണ ഒരു ജനകീയ സമരമല്ല ഇത്, മറിച്ച് നിലനിൽപ്പിനായിട്ടുള്ള സമരമാണ്. സർക്കാർ കർഷകർക്കൊപ്പമാണ്. 6 പതിറ്റാണ്ടായി നിലനിൽക്കുന്ന അവരുടെ ഭൂപ്രശ്നത്തിന് പരിഹാരമായിരുന്നു സർക്കാർ ഈ ബില്ലിലൂടെ ഉദ്ദേശിച്ചത്. പക്ഷേ ഈ ബില്ല് പാസ്സാക്കുന്നതിന് തടസ്സമായി നിൽക്കുന്നത് ഗവർണറാണ്. ഗവർണർ ഇത് ഈ പറയുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ചട്ടുകമായി പ്രവർത്തിക്കുകയാണ്. സംഘപരിവാർ അജണ്ട നടപ്പിലാക്കാനുള്ള ചട്ടുകമായി കേരളത്തിൻ്റെ ഗവർണർ പ്രവർത്തിക്കുന്നു. വലിയ തരത്തിലുള്ള താക്കീതും MV ഗോവിന്ദൻ മാസ്റ്റർ നൽകി. കാരണം ഇതുവരെ കണ്ടതുപോലത്തെ സമരമല്ല. ഇനിയെങ്കിലും ഈ കാര്യത്തിൽ, ജനകീയ വിഷയത്തിൽ ബില്ലിൽ ഒപ്പിട്ടില്ല എങ്കിൽ ഈ പറയുന്ന കേരളത്തിൻ്റെ അങ്ങറ്റം വരെ ഇങ്ങറ്റം വരെയുള്ള തിരുവോരത്ത് ഗവർണറെ ജനങ്ങൾ നേരിടുന്നത് ജനകീയ പ്രക്ഷോഭം ഗവർണർ കാണേണ്ടി വരും എന്നും MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. ഏതെങ്കിലും ഒരു ആവശ്യം മുന്നോട്ടേക്ക് വെക്കുന്നില്ല. ഇവിടെ ഭരണഘടനാപരമായിട്ട് നിർവഹിക്കാൻ ബാധ്യതയുള്ള ഗവർണർ കേരളത്തിലെ, പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിലെ കൃഷിക്കാരുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമനിർമ്മാണം നിയമസഭ ഏകകണ്ഠമായിട്ട് പാസാക്കിയതിന് ശേഷം ആ നിയമമാകുന്നതിന് വേണ്ടി സാങ്കേതികമായ ഒരു കാര്യം ഗവർണറുടെ ഒപ്പ് വേണം എന്നതാണ്. ഗവർണറുടെ ഒപ്പ് ഒരു പ്രധാനപ്പെട്ട ഘടകമല്ല. ഭരണഘടനാപരമായിട്ടുള്ള ഒരു പദവിയാണ് ഗവർണർ. പ്രയോഗിക്കാനാവാത്ത ഈ നിയമനിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട നിയമനിർമ്മാണം പൂർത്തിയാക്കുന്നതിന് അടിയന്തരമായിട്ട് ഗവർണർ ഒപ്പിടണമെന്ന മലയോര മേഖലയിലെ, പ്രത്യേകിച്ച് ഇടുക്കി ജനതയുടെ പ്രതിഷേധവും അതുപോലെ തന്നെ ആവശ്യവുമാണ് മറ്റെല്ലാ സമരങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു സമര രൂപം എന്ന രീതിയിൽ ഇപ്പോഴും ഗവർണറുടെ വസതിക്ക് മുമ്പിൽ, രാജ്ഭവന് മുമ്പിൽ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം നമ്മളെല്ലാം ഇവിടെ വരുമെന്ന് കണ്ടപ്പോൾ നേരെ ഇടുക്കിയിലേക്ക് പുറപ്പെടുകയാണ്. പ്രകോപനപരമാണ്. ഗവർണറുടെ പ്രകോപനപരമായ നടപടിയിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് ഇന്ന് ഉണ്ടായത്. മന്ത്രിമാരും ഇക്കാര്യത്തിൽ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചു. ഇത്തരം ഒരു ബില്ലിനെ കുറിച്ച് താൻ കണ്ടിട്ടില്ല. മാത്രമല്ല, ഇക്കാര്യങ്ങളെ സംബന്ധിച്ച് താൻ ഉന്നയിച്ച വിവിധ സംശയങ്ങൾക്ക് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു മറുപടി ലഭിച്ചില്ല എന്ന പ്രസ്താവന ഇന്ന് ഗവർണർ നടത്തി. അത് വിചിത്രമാണ് എന്നതാണ് റവന്യൂ മന്ത്രി K രാജൻ പറഞ്ഞത്. ഗവർണർ പ്രവർത്തിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇത്തരം ഒരു കാര്യത്തിൽ ഗവർണർ സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങൾ കൊണ്ട് ആ നടപടിക്രമങ്ങൾ ഗവർണർ പാലിക്കുന്നില്ല എന്ന് നിയമമന്ത്രി കൂടിയായിട്ടുള്ള P രാജീവും പ്രതികരിച്ചു. എല്ലാ വർഷവും പരിശോധിച്ചിട്ട് കോടതി ഒരു തീരുമാനമെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ ഭാഗങ്ങളും പരിശോധിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ ഉന്നയിച്ച കാര്യങ്ങളും അവിടെ കോടതിയുടെ മുൻപാകെ അവരുന്നയിച്ച കാര്യങ്ങളെല്ലാം പരിശോധിച്ചിട്ട് കോടതി നിലപാടെത്തിരിക്കുന്നു. അത് നിയമത്തിൻ്റെ വഴിക്ക് പോവുക എന്നതാണ് അതിനകത്ത് ചിന്തിക്കുക. അല്ല, പോലീസ് നിഷ്പക്ഷമായിട്ടാണല്ലോ കോടതിക്കുന്നത്. പോലീസ് രാഷ്ട്രീയമില്ല. പോലീസ് നിയമം നോക്കും, നിയമത്തിൻ്റെ വഴിക്ക് പോകും. ഇപ്പം തന്നെ ഇവിടെ തിരുവനന്തപുരത്ത് ഗവർണർക്കെതിരെ സമരം നടത്തിയവർക്ക് ഇന്ത്യയിൽ ആദ്യമായിട്ട് 124 IPC ഇട്ടിട്ടാണ് പോലീസ് കേസെടുത്തത്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ്. ഇതുവരെ അതിന് ചരിത്രമേ ഇല്ല. മലയോര കർഷകരുടെ പാവപ്പെട്ട മനുഷ്യരെ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. നിയമസഭ പാസാക്കിയ ഒരു ബില്ലിൽ സർക്കാരിനോട് വിശദീകരണം ചോദിക്കാൻ ഒരു അവകാശവും ഭരണഘടനാപരമായി കേരളത്തിലെ ഗവർണർക്കില്ല. കേരളത്തിലെ അല്ല, ഇന്ത്യയിലെ ഒരു ഗവർണർക്കുമില്ല. ഇതിലെ ഏതെങ്കിലും ഒരു
വ്യവസ്ഥയിൽ സംശയം തോന്നി ഏതെങ്കിലും ഒരു ഫയലിൽ ഗവർണറുടേതായ ഒരു സംശയവും ഗവർണർ ചോദിച്ചിട്ടില്ല. അദ്ദേഹത്തിന് മുമ്പിൽ വരുന്ന എല്ലാ പരാതികളിലും വിശദീകരണം നൽകിയതിന് ശേഷമേ നമുക്ക് ബില്ല് ഇടപെടാനാകൂ എന്നൊന്നും പറഞ്ഞാൽ അതൊന്നും ഭരണഘടന അംഗീകരിക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് തെറ്റായ അഭിപ്രായ പ്രകടനമാണ് ബഹുമാനപ്പെട്ട ഗവർണർ നടത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. സാധാരണ ബില്ലുകൾ ഒപ്പിടാതെ ഗവർണർ തടഞ്ഞു വെക്കുന്നതിന് സംസ്ഥാനത്ത് വലിയ പ്രതിഷേധം നേരത്തെ തന്നെ ഉണ്ട്. പക്ഷേ ഇടുക്കിയിലെ കർഷകരെ, പ്രത്യേകിച്ച് മലയോര മേഖലയിലെ കർഷകരുടെ പ്രശ്നം അതിനേക്കാൾ ഗുരുതരമായ വിഷയമാണ്. വർഷങ്ങളായി നിലനിൽക്കുന്ന ഒരു ജനകീയ വിഷയത്തെ സർക്കാർ അഭിമുഖീകരിക്കുകയും അതിന് പരിഹാരം കാണാനും ശ്രമിക്കുന്നു. പക്ഷേ അത് ബില്ലായി കേരള നിയമസഭയിലെ 140 അംഗങ്ങളും ഐകകണ്ഠേന പാസ്സാക്കിയ ഒരു ബില്ല് ഗവർണർ തടഞ്ഞു വയ്ക്കുന്നു. അത് രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ ഗവർണർ വെല്ലുവിളി നടത്തുന്നു. ഇന്ന് ജനകീയമായിട്ടുള്ള സമരം ഇടുക്കിയിൽ നടക്കുന്ന ദിവസം തന്നെ ഗവർണർ ഇടുക്കിയിലേക്ക് പോകുന്നു. ഈ രാജ്ഭവനിലേക്ക് കർഷകർ എത്തുമ്പോൾ ഗവർണർ അവിടെ നിന്ന് ഈ ഇടുക്കിയിലേക്ക് പോകുന്നു. അങ്ങനെ പ്രകോപനത്തിൻ്റെ വഴി എല്ലാ അർത്ഥത്തിലും ഗവർണർ സ്വീകരിക്കുകയാണ്. പക്ഷേ ഇടതുമുന്നണിയും പ്രത്യേകിച്ച് സർക്കാരും ഇക്കാര്യത്തിൽ നിയമപരമായ വഴികൾക്കൊപ്പം തന്നെ ജനകീയ പ്രക്ഷോഭത്തിലേക്കും ഒരുങ്ങുകയാണ്. ഈ മന്ത്രിമാർ, റവന്യൂ മന്ത്രി രാജനും പി രാജീവും ഒക്കെ പറഞ്ഞത് ഏതറ്റം വരെ പോയിട്ടിരുന്നാലും ഇടുക്കിയിലെയും മലയോര മേഖലയിലെയും കർഷകരുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ നിയമപരമായ എല്ലാ സംരക്ഷണവും സർക്കാർ നൽകും. ഗവർണറുടെ ഇത്തരം തിട്ടൂരത്തിന് മുന്നിൽ മുട്ടുമടക്കില്ല എന്ന് തന്നെയാണ് സർക്കാരും ഒപ്പം തന്നെ ഇടതു മുന്നണിയും പറയുന്നത്. അതിൻ്റെ പ്രതിഷേധത്തിൻ്റെ അലയൊലികൾ തന്നെയാണ് ഇന്ന് രാജ്ഭവനിന് മുന്നിൽ കർഷക മാർച്ചായി കണ്ടത്. ബിനു. ശരി നൃപൻ, ഭൂനിയമ ഭേദഗതി ബില്ലിൽ ഒപ്പുവയ്ക്കാത്ത ഗവർണർക്കെതിരെ രാജ്ഭവന് മുന്നിൽ കർഷകരുടെ പ്രതിഷേധം ഇരമ്പി. LDF ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ രാജ്ഭവൻ മാർച്ച CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. വേഗം ബില്ലിൽ ഒപ്പിടുന്നതാണ് നല്ലതെന്നും അല്ലെങ്കിൽ ഗവർണർക്ക് സഞ്ചരിക്കാൻ കഴിയാത്ത കർഷക പ്രക്ഷോഭത്തിന് കേരളം സാക്ഷിയാകുമെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. വിശദമായ റിപ്പോർട്ടാണ് നൃപൻ ചക്രവർത്തി നൽകിയത്.